Welcome to Childhood Trauma Series Part 2. തല്ലി വളർത്തിയാലേ പിള്ളേർ നന്നാവും. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ചൈൽഡ്ഹുഡ് ട്രോമയോട് കുറച്ചുകൂടെ അടുത്ത് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണിത്. തല്ലി വളർത്തിയാൽ കുട്ടികൾ നന്നാവും. കുട്ടികൾ നല്ല രീതിക്ക് വളരണം എന്നുണ്ടെങ്കിൽ അവരെ തല്ലി തന്നെ വളർത്താം. ഈ ഒരു ആശയം എവിടുന്നാണ് തിരിഞ്ഞത് എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഒന്ന് ചോദിക്കട്ടെ, ഒരു വ്യക്തി ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്നത് അയാൾക്ക് സ്വന്തമായിട്ടുള്ള ഒരു ജീവിതത്തിൽ അല്ലെങ്കിൽ ഒരു ജീവിതം സ്വപ്നം കണ്ടുകൊണ്ടോ അല്ലാതെയോ, ബട്ട് അയാൾക്ക് ഇതിനുള്ള റൈറ്റ് ഉണ്ട്. ആ വ്യക്തിയെ ചെറുപ്പം തൊട്ട് ഫിസിക്കൽ ടോർച്ചർ ചെയ്ത് തല്ലി 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 അതിന് എല്ലാത്തിനോടും പേടി ഉണ്ടാക്കി വളർത്തിക്കൊണ്ട് വരുന്നതിൽ എന്താണ് അർത്ഥമുള്ളത്? ഞാൻ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെ. ഒരു 10-20 വയസ്സായി കഴിഞ്ഞപ്പോഴത്തേക്കുമായിരിക്കും പിന്നെ ഈ സ്നേഹവും വാത്സല്യവും ഒക്കെ മാതാപിതാക്കൾ തിരിച്ച് കാണിക്കാൻ തുടങ്ങും. തല്ലി വളർത്തിയില്ലെങ്കിൽ കുട്ടികൾ നന്നാവില്ല, നശിച്ചു. ഞാൻ ഓർക്കുന്നുണ്ട്, ആദ്യമായിട്ട് കുട്ടികളെ തല്ലാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടൊരു വിധി വരുമ്പോൾ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയം അന്നേരം ഞങ്ങളുടെ ഒരു സാറ് പറഞ്ഞു കേൾക്കുന്നുണ്ട്, പിള്ളേർ തല്ലാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞേക്കുന്നു, പക്ഷെ ഞാൻ തല്ലും. നിങ്ങൾ ആരെ വിളിച്ചോണ്ട് വന്നാലും പ്രശ്നമില്ല, ഞാൻ തല്ലും കേട്ടോ എന്ന് പറഞ്ഞു. ആളത്ര വലിയ ക്രൂരനായ സാറൊന്നുമല്ല കേട്ടോ, പക്ഷെ ടോക്കിനിടയ്ക്ക് സംസാരിച്ചൊരു കാര്യമാണ്. നമ്മുടെ പേരൻസ് ആണെങ്കിൽ PTA മീറ്റിങ്ങിന് വരുമ്പോൾ പറയുന്നൊരു കാര്യം, ടീച്ചറെ നല്ല തല്ല് കൊടുത്തു, ഒരു കുഴപ്പമില്ല എന്നാണ്. അപ്പൊ വീട്ടിൽ നിന്ന് തല്ല് കിട്ടുന്നു അല്ലെങ്കിൽ തല്ല് കിട്ടി വളരുന്ന ചിലപ്പോൾ ചെറിയ അടി തൊട്ട് വലിയ അടി വരെ, കൈകൊണ്ട് കിട്ടുന്നത് തൊട്ട് ബെൽറ്റ് കൊണ്ട് അടി കിട്ടുന്നത് വരെ ഉള്ള ഒരു ലെങ്തിൽ എന്താ പറയുക, ഈ ഒരു ടോർച്ചർ നീളുന്നുണ്ട്, അതിൻ്റെ കാഠിന്യം മാറുന്നുണ്ട്. ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല. ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറയും, നന്നാവാൻ വേണ്ടിയിട്ടാണ് അവന്, അല്ലെങ്കിൽ അവൾക്കതിപ്പോൾ മനസ്സിലാവില്ല. കുറച്ചുകൂടെ വലുതായിട്ട് കഴിയുമ്പോഴേ ഞാൻ തല്ലിയതിൻ്റെ ഗുണം വരും. തല്ലി വളർത്തിയില്ലെങ്കിൽ അവർക്ക് നശിച്ചു. ഈ കോടതി വിധിയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അത് കുറച്ചുകൂടെ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മളിപ്പോൾ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലെ എന്തെങ്കിലും ഒരു വീഡിയോസിൻ്റെ ഒക്കെ താഴെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ വരുന്നൊരു കമൻസാണ്, അതെങ്ങനെ ഇപ്പോഴത്തെ പിള്ളേർ തല്ലാൻ അറിയത്തില്ല, തല്ലാൻ പറ്റില്ല, അവർക്ക് ലൈഫിലൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിനെ ഇങ്ങനെ നേരിടണം അവർക്ക് അറിയത്തില്ല. ഞങ്ങളൊക്കെ പണ്ട് സ്കൂളിൽ ബെഞ്ചിൻ്റെ മുകളിലൊക്കെ കയറി നിന്നത് കൊണ്ട് നമുക്ക് ആ ഒരു പ്രശ്നമില്ല, നമുക്ക് ഡിപ്രഷനൊന്നും വരത്തില്ല എന്ന് ചോദിക്കട്ടെ. സ്കൂളിലെ ബെഞ്ചിന്റെ മുകളിൽ കയറി നിർത്തി, ക്ലാസ്സിന് വെളിയിൽ നിർത്തി, ഗ്രൗണ്ടിൽ ചുറ്റും മുടിച്ചു. എന്താ കാരണം? ഹോംവർക്ക് ചെയ്തില്ല, പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞു. ഈ പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞുകൊണ്ട് എത്രയോ തല്ല് മേടിച്ച എത്രയോ ആൾക്കാരുണ്ട് നമ്മുടെ ചുറ്റും, നമ്മുടെ കൂടെ. നമ്മുടെ ക്ലാസ്സിൽ നിങ്ങൾ വെറുതെ ആലോചിച്ച് നോക്കും, can still remember that one person. ആ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് ഇപ്പോഴും ഓർക്കാൻ പറ്റുമായിരിക്കും. എല്ലാ ദിവസവും തല്ലി മേടിക്കുന്ന, എല്ലാ ദിവസവും ബെഞ്ചിന്റെ മുന്നിൽ കയറി നിൽക്കുന്ന, എല്ലാ ദിവസവും ക്ലാസ്സിന് വെളിയിൽ നിൽക്കുന്ന ഒരു കുട്ടി, ഗ്രൗണ്ടിലെ പൊരി വെയിലത്ത് പോയി നിൽക്കുക. നമ്മളൊക്കെ ക്ലാസ്സിനകത്ത് ഇരിക്കുമ്പോഴത്തേക്കും ഗ്രൗണ്ടിൽ പൊരി വെയിലത്ത് പോയി നിൽക്കേണ്ടി വന്നിട്ടുള്ള ഒരു കുട്ടി ഉണ്ടാവും. ഒരു ക്ലാസ്സിലല്ലെങ്കിൽ ഒരു സ്കൂളിൽ ഒരാളെങ്കിലും ഉറപ്പായിട്ടും. ഇന്നത്തെ കാലത്ത് ഇതൊക്കെ അനുഭവിച്ചിട്ടുള്ള ജനറേഷനുള്ള ആൾക്കാർ പറയുന്നത് ഇതൊക്കെ അവരുടെ മനക്കരുത്ത് കൂട്ടാൻ വേണ്ടി സഹായിച്ച കാര്യങ്ങളാണ്. പക്ഷെ ഒന്നാലോചിക്കേ, 2 ടൈപ്പ് ആൾക്കാരുണ്ട്. ഒരു ടൈപ്പ് ആൾക്കാർ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതൊന്നും എനിക്കൊരു വിഷയമല്ല എന്നുള്ളൊരു സാധനത്തിലേക്ക് മാറും. നിങ്ങൾ എന്നെ എത്ര തല്ലിട്ട് കാര്യമില്ല, ഞാൻ നന്നാവില്ല, ഞാൻ ഇങ്ങനാണ് എന്ന് പറഞ്ഞ് അതിനെ ഒരു റിബൽ രീതിയിൽ കണ്ടെത്തി മാറുന്ന ഒരു വിഭാഗം ആൾക്കാരെ ആയിരിക്കും ഒരു പക്ഷെ നമുക്കറിയാം. പക്ഷെ വേറൊരു വിഭാഗം ആൾക്കാരുണ്ട് ഇതുകൊണ്ട് ഹ്യൂമിലിയേറ്റഡ് ആയി പോകുന്ന കുട്ടികൾ. ഹോംവർക്ക് ചെയ്തില്ല എന്നുള്ള പേരില് ആ കുട്ടിയെ തല്ലുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ആ കുട്ടിയെ ആദ്യമേ തന്നെ പണിഷ് ചെയ്യുന്നതിന് മുന്നേ എത്ര ടീച്ചേഴ്സ് ഉണ്ടാവും, എന്തുകൊണ്ടാണ് നീ ഹോംവർക്ക് ചെയ്യാഞ്ഞത് എന്ന് മാന്യമായിട്ട് ചോദിക്കും. ഒരു കുട്ടിക്ക് എക്സാമിന് മാർക്ക് കുറവാണെങ്കിൽ ആദ്യം ചെയ്യുന്നത് കുട്ടിയെ തല്ലുവാണ് ചെയ്യുന്നത്.
ആ കുട്ടിക്ക് എക്സാമിന് മാർക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൊരു പങ്ക് ഉത്തരവാദിത്തം ഈ ടീച്ചേഴ്സിനുണ്ട്, ഒരു പങ്ക് ഈ പാരൻസിനുണ്ട്. അപ്പൊ ഈ സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സിന്റെ തല്ല് കിട്ടിയിട്ടായിരിക്കും ടീച്ചേഴ്സിന്റെ ഒരു ഇതുണ്ട്, നാളെ ഈ പേരൻസിനെ കൊണ്ട് സൈൻ ചെയ്യിച്ചിട്ടേ വരാവൂ. ഈ പേരൻസിനെ കൊണ്ട് സൈൻ ചെയ്യിക്കാൻ വേണ്ടി ചെല്ലും, മാർക്ക് കുറവാണെങ്കിൽ പേരൻസിന്റെ കയ്യിൽ നിന്ന് തല്ല് കിട്ടും. ആ തല്ല് പേടിച്ചിട്ട് കള്ളയൊപ്പിട്ടിട്ട് പോയ പല കുട്ടികളും. ഫ്രോജറി ഫ്രോജറി ആദ്യമായിട്ട് തുടങ്ങുന്നത് എവിടുന്ന? ഈ അപ്പന്റെ അമ്മയുടെ കള്ളയൊപ്പിട്ടാണ് തുടങ്ങുന്നത്. അപ്പൊ ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ തല്ല് കിട്ടിയതുകൊണ്ടല്ലേ അവരാ ഫ്രോജറി കാണിച്ചേ? പരീക്ഷ പേപ്പറിൽ മാർക്ക് തിരുത്തും. എന്തുകൊണ്ടാ? തല്ല് പേടിച്ചിട്ടാ. ഫ്രോജറി, വീണ്ടും ഫ്രോജറി, കള്ളം പറയും. എന്തുകൊണ്ടാ? തല്ല് പേടിച്ചിട്ടാ. ഒന്ന് ആലോചിച്ചേ, ഒരു കുട്ടിയുടെ പേഴ്സണാലിറ്റിയില്, അയാളുടെ ക്യാരക്ടർ ഡെവലപ്മെന്റ് പ്രായത്തില് ഇത്രയും കള്ളത്തരങ്ങൾ ആ കുട്ടിക്ക് ചെയ്യേണ്ടി വരുന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ്? തല്ല് പേടിച്ചിട്ടാ. ആ തല്ലുന്നില്ലായിരുന്നെങ്കിൽ, ആ തല്ല് എന്ന് പറയുന്നത് അല്ലെങ്കിൽ വഴക്ക് പറയുന്നത് എന്ന് പറയുന്ന ആ ഒരു ഫാക്ടർ അവിടെ ഇല്ലായിരുന്നെങ്കിൽ ആ കുട്ടിക്ക് വളരെ ഫ്രീഡത്തോടു കൂടി ആ കുട്ടിയുടെ ടീച്ചറോ പാരന്റോ ആരും ആയിക്കോട്ടെ അവരെ അപ്രോച്ച് ചെയ്യാൻ സാധിക്കുന്നുവെങ്കിൽ അവിടെയല്ലേ വിജയം വരുന്നത്. തല്ല് പേടിച്ചിട്ട് പറയാതിരിക്കുന്നതിനേക്കാൾ നമ്മളെ സ്നേഹം കൊണ്ട് ചേർത്ത് നിർത്തി നമ്മുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചറിയാൻ പറ്റുന്ന ഒരു എൽഡർലി പേഴ്സൺ അവിടെ ഉണ്ടെങ്കിൽ, ഒരു എൽഡർ ആയിട്ടുള്ള ഒരാളുണ്ടെങ്കിൽ, അതാണ് ആ കുട്ടിക്ക് ജീവിതത്തിൽ മുന്നോട്ട് നയിക്കാനുള്ള മോട്ടിവേഷൻ. ആ കുട്ടി വളർന്നു വലുതായി ഒരു 20 വയസ്സ് 22 വയസ്സ് ഈ പറയുന്ന സോ കോൾഡ് ഡിപ്രഷൻ വരുന്ന ഏജ് ആയിക്കോട്ടെ, ഡിപ്രഷൻ ഏജ് ഒന്നുമില്ല, ബട്ട് സ്റ്റിൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ വരുന്ന ഒരു സിറ്റുവേഷൻ ആയിക്കോട്ടെ, ഈ തല്ല് കിട്ടിയ പിള്ളേരൊന്നും തല്ല് പേടിച്ച് വീട്ടുകാരുടെ അടുത്തത് പറയില്ല, ടീച്ചേഴ്സിൻ്റെ അടുത്തത് പറയില്ല. അതേസമയം സ്നേഹത്തോടെ ചേർത്ത് നിർത്തിയിട്ടുള്ളവരുടെ അടുത്ത് അവർ പറയുന്നത്, അവർക്ക് ആ ഒരു ഫ്രീഡം ഉണ്ടാവും. ഒന്ന് ആലോചിച്ച് നോക്കി, തല്ല് കെട്ടി വളർത്തുന്നതാണോ, തല്ല് കൊടുത്ത് വളർത്തുന്നതാണോ ഏറ്റവും ശരിയായ കാര്യം? തല്ല് കെട്ടി വളർന്നതുകൊണ്ടാണോ നിങ്ങൾക്കൊക്കെ മെന്റൽ സ്ട്രെങ്ത് ഉണ്ടായത്, നമുക്കൊക്കെ മെന്റൽ സ്ട്രെങ്ത് ഉണ്ടായത്? തല്ല് കെട്ട് വളരുന്നത് ഒരു നല്ല കാര്യമാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, തല്ലി വളർത്തിയാലല്ല കുട്ടികൾ നല്ലതെന്നേ. സ്നേഹത്തോടെ വളർത്തിയാൽ മതി, സ്നേഹത്തോടെ പറഞ്ഞു കൊടുത്താൽ മതി, ചേർത്ത് നിർത്തിയാൽ മതി. നിനക്ക് എന്ത് പ്രശ്നം വന്നാലും നിന്നെ ജഡ്ജ് ചെയ്യാതെ ഞാനിവിടെ ഉണ്ട് എന്നുള്ളൊരു അഷ്വറൻസ് കൊടുത്താൽ മതി. ആ കുട്ടി നന്നായിക്കൊള്ളുന്നേ. അത്ര കാര്യമുള്ളൂ. ഏത്